അവർ വളരെ അവശ നിലയിലായിട്ടുള്ളത്. ഈ കുട്ടി 4 ദിവസം നേരത്തെ നിരാഹാരം കിടന്നാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എൻ്റെ കാറിൽ തന്നെ ഇപ്പോൾ അവരെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഗവൺമെൻറ് മനുഷ്യത്വപരമായൊരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിക്കണം. ഈ പാവങ്ങൾ കുറേ ദിവസങ്ങളായി നിരാഹാരം നടത്തുകയാണ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ്, ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചതാണ് ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യം. പക്ഷെ അദ്ദേഹം നോക്കാം, പരിശോധിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അടിയന്തരമായി ഈ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരാണ്. ഇവരുടെ കാര്യത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ എൻ്റെ വാഹനത്തിലാണ് കൊണ്ടുപോയത്. സാരമില്ല, കുഴപ്പമില്ല. ഇവിടെ പോലീസ് ആംബുലൻസൊക്കെ ഉണ്ടാവേണ്ടതാണ്. കിട്ടാത്തപ്പോഴാണ് എൻ്റെ വാഹനത്തിൽ തന്നെ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതെ അതെ, ഇവിടെ തീർച്ചയായിട്ടും ഒരുക്കേണ്ടതാണ്, പോലീസ് ഒരുക്കേണ്ടതാണ്. തൊട്ടപ്പുറത്ത് ആശാ വർക്കർമാർ 58 ദിവസമായിട്ട് അവർ സമരം ചെയ്യുന്നു. അവർ വനിതകളാണ്. ഇപ്പുറത്ത് വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവിടെ സമരം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാരാണ് ഈ സമരങ്ങളെല്ലാം ചെയ്യുന്നത്. അവരുടെ സമരത്തോട് കുറേ കൂടി മനുഷ്യത്വപരവുമായ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതാണ്. ഇനി സമയമുണ്ട്. ആശാ വർക്കർമാരോട് മുഖ്യമന്ത്രി പറഞ്ഞിറങ്ങി അവർ സമരം നിർത്തി വീട്ടിൽ പൊക്കോളാനാണ് പറയുന്നത്. ഇതാണോ ഗവൺമെൻറ് സമീപനം? ശരിയായ സമീപനമാണോ? നിങ്ങൾ സമരം നിർത്തി വീട്ടിൽ പോക്കോളാൻ. സമരം ചെയ്യുന്നവർക്ക് സമരം നിർത്തണമെന്നില്ല. സമരം ചെയ്യുന്നവർ ഉന്നയിച്ച ഏതെങ്കിലും ആവശ്യത്തോട് നീതി പുലർത്താനോ അനുഭാവപൂർവ്വം പരിഗണിക്കാനോ ഗവൺമെൻറ് തയ്യാറായിട്ട് പിന്നെ എങ്ങനെ സമരം നിർത്തും? സമരങ്ങളോട് മുഖ്യമന്ത്രിക്ക് അലർജിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ തെറ്റായ സമീപനമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പോരാട്ടം നമുക്ക് തുടരേണ്ടി വരും.